രഘുനാഥ് നാരായണനുണ്ട്. രഘു, പരമ്പരാഗതമായി തന്നെ നല്ല പോളിംഗ് നടക്കുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ. കഴിഞ്ഞ തവണത്തെ നമ്പറിലേക്ക് ഇത്തവണയും ആലപ്പുഴ എത്തുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? അതെ, ഒരു പക്ഷേ അതിന് മുകളിൽ പോകാനുള്ള സാധ്യതയാണുള്ളത്. കാരണം അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ ത്രികോണ മത്സരം ആണ് ആലപ്പുഴയിൽ നടക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ വന്നതോടുകൂടി തന്നെ BJPക്ക് കാര്യമായ വലിയ പ്രതീക്ഷയില്ലാത്ത മണ്ഡലമായിരുന്നിട്ട് പോലും BJP പ്രവർത്തകர்களுണ്ടായ ഒരു ഊർജ്ജം വലുതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് 3 മുന്നണികളും കനൽ ഒരു തരി കെടാതിരിക്കാൻ വേണ്ടി LDFും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ പാർലമെന്റിലേക്ക് വലിയ ഉത്തരവാദിത്വത്തോടുകൂടി വിടാൻ വേണ്ടി UDFും ഒപ്പം തന്നെ BJP പ്രവർത്തകരോട് ആഞ്ഞു പിടിച്ചതോടുകൂടി തന്നെ വലിയ ആവേശമാണ്. ഞാനുള്ളത് നഗരത്തിലാണ്. നഗരത്തിൽ ഉച്ച കഴിഞ്ഞതോടുകൂടി അത്ര വലിയ തിരക്കില്ല. പക്ഷേ തീരമേഖലയിലും ഒപ്പം തന്നെ ഈ പാർട്ടികൾക്കൊക്കെ നമുക്ക് വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു സ്ഥലമാണ്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ അവസാന നിമിഷമാണ് ഒരു ത്രികോണം എ ക്ലാസ് മണ്ഡലമായിട്ട് BJP തിരുത്തി എഴുതിയ മണ്ഡലം. അവിടെ നേതൃത്വം അങ്ങനെ അംഗീകരിക്കുന്നില്ലെങ്കിലും അങ്ങനെയൊക്കെയാണ്. KS രാധാകൃഷ്ണനെ സംബന്ധിച്ചോളം കേസല്ല ശോഭാ സുരേന്ദ്രൻ. 1,87,000 വോട്ട് പിടിച്ച KS രാധാകൃഷ്ണൻ പിടിച്ച മണ്ഡലത്തിൽ ഇത്തവണ എന്തും സംഭവിക്കാം. മത്സരിക്കുന്നു. ആരിഫിന് പരമാവധി, അതായത് ആ മണ്ഡലം നഷ്ടപ്പെടുക എന്ന് പറയുന്ന LDFിന്റെ അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് പരമാവധി അവിടെ പ്രചാരണം നടത്തുന്നു. അതിനിടയിൽ ശോഭാ സുരേന്ദ്രന് അവരെല്ലായിടത്തും നിന്നപ്പോഴും വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം സാധിക്കുന്നു എന്നത് കണ്ടറിയേണ്ടത്.